ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ പെട്ടി നിറയെ നിങ്ങൾക്കുള്ള സമ്മാനമായിട്ടാണ്. ആക്ച്വലി ഇത് വന്നിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അനൗൺസ് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഗിവ് അവേയിൽ 5 പേരെയാണ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പെട്ടിക്കകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഇതിൽ ക്യാമലിൻ്റെ ഒരു ബ്രഷ് പെൻ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് ഈ മാസത്തെ ടോപ്പ് കമൻറ്ററിന് വേണ്ടിയിട്ടാണ്. അതായത് സെപ്റ്റംബർ മാസത്തിലെ നമ്മുടെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്തേക്കുന്ന ഒരാൾക്ക് കൊടുക്കാനുള്ളതാട്ടോ ഈ ഒരു സമ്മാനം. എൻ്റെ തൊണ്ടയ്ക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാട്ടോ സൗണ്ട് ഇങ്ങനെ മാറിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഗീവ് അവേയിൽ പങ്കെടുക്കാനായിട്ടുള്ള റൂൾസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ക്രാഫ്റ്റി ഫ്ലേവേഴ്സ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. മൂന്നാമത്തെ റൂള് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഈ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്കാട്ടോ നമ്മൾ ഈ സമ്മാനങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഗീവ് അവേയിൽ ഫസ്റ്റ് വിന്നറിനുള്ള പ്രൈസ് ആട്ടോ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഹാൻഡ് ബാഗ്. ഇനി നമ്മുടെ ഗീവ് അവേയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ഇതിനു മുമ്പ് കാണിച്ച ബ്രഷ് പെൻ ഏത് കമ്പനിയുടേതാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാം കൂടി ഒറ്റ കമൻ്റായിട്ട് നിങ്ങൾ ഒരു തവണ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി രണ്ടാമത്തെ വിന്നറിനുള്ള പ്രൈസ് ആട്ടോ ഈ ഒരു ക്യൂട്ട് പൗച്ച്. ആക്ച്വലി ഞാൻ വന്നിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആയതിന് ശേഷം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഇടയായിട്ട് നമ്മുടെ ചാനലിൻ്റെ വ്യൂസും സബ്സ്ക്രിപ്ഷനും ഒക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇനി എൻ്റെ കയ്യിലിരുന്നാൽ ചെതലരിച്ച് പോകുമെന്ന് വെച്ചിട്ടാട്ടോ ഞാൻ ഇപ്പോഴേ അത് പോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതാട്ടോ നമ്മുടെ മൂന്നാമത്തെ വിന്നറിനുള്ള സമ്മാനം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡയറിയാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു 3 ഷെയ്ഡും കൂടി എനിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി റൂം മേക്ക് ഓവറൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു സമ്മാനം കേട്ടോ ഇത്. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാട്ടോ, നമ്മുടെ സെക്കൻഡ് വിന്നറിനുള്ള പ്രൈസ് ഒരു ക്യൂട്ട് പൗച്ചായിരുന്നല്ലോ. അപ്പോൾ ആ പൗച്ചിൽ എഴുതിയേക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ടൈമിൽ 1, 2, 3 എന്ന നമ്പർ ഇട്ട ശേഷം ഒരുമിച്ച് ഒറ്റ കമൻ്റായിട്ട് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ നാലാമത്തെ വിന്നറിനുള്ള സമ്മാനമാണ് ഈ 15 ടൈപ്പ് ഓഫ് വാൾ പോസ്റ്റേഴ്സ്. ഇനി നമ്മുടെ അഞ്ചാമത്തെ വിന്നറിനുള്ളതാട്ടോ ഈ ഒരു സമ്മാനം. ടോംസിൻ്റെ 12 ഷെയ്ഡ്സിൽ വരുന്ന ഈ ഒരു വാട്ടർ കളർ പെൻസിലാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എനിക്ക് സംസാരിക്കുന്ന ടൈമിൽ തൊണ്ടയ്ക്ക്. അപ്പം നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനി ഇതൊന്നും കൂടാതെ തന്നെ ഞാനൊരു കോൺസലേഷൻ പ്രൈസും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇതാണ് കേട്ടോ, ഡോംസിൻ്റെ 12 ഷെയ്ഡിൽ വരുന്ന ഈ ഒരു വാട്ടർ കളർ പെൻസാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഗീവ് അവേ വിന്നേഴ്സിനുള്ള സമ്മാനങ്ങൾ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി അവശേഷിക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഗീവ് അവേയിലെ 4th വിന്നറിൻ്റെ പ്രൈസ് ആയിട്ടുള്ള വോൾ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ വോൾ പോസ്റ്റേഴ്സ് അത് എത്ര എണ്ണമാണ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ആക്കിയേക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഈ 3 ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് 1, 2, 3 എന്ന നമ്പർ ഇട്ട ശേഷം കറക്റ്റ് ഓർഡറിൽ ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് കമൻ്റായിട്ട് അയച്ചു തരിക. ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻ്റായിട്ട് ഇടാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്കും പിന്നെ ടോപ്പ് കമൻറ്റർ ഒരു കോൺസലേഷൻ പ്രൈസും കേട്ടോ. ടോട്ടൽ നമ്മൾ 7 വിന്നേഴ്സിനെയാണ് ഈ ഒരു ഗീവ് അവേയിൽ ഇൻക്ലൂഡ് ആക്കിയേക്കുന്നത്. ഇതൊക്കെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല, വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒന്നും കാണാതെ തന്നെ ജസ്റ്റ് വന്ന് ഗീവ് അവേക്ക് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന കുറച്ച് പേരുണ്ട്. അങ്ങനെയുള്ളവരെ ഒഴിവാക്കി നമുക്ക് നമ്മളെ റിയലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും കൂടി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അർഹിക്കുന്നവർക്ക് തന്നെ സമ്മാനം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. വിന്നേഴ്സിന് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുന്ന ടൈമിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് ടൈം ഉണ്ട് കേട്ടോ കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ ശരി, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് ടാറ്റാ.